പുതിയ വികസന മാതൃക മുൻനിർത്തി വികസന വിപ്ലവം സൃഷ്ടിച്ച് ഗുജറാത്ത് സംസ്ഥാനത്തെ ഒന്നാം നിലയിലെത്തിച്ച ജനകീയ നേതാവ്, ഹൈന്ദവ തനിമയുടെ ദേശീയതല പടത്തലവൻ ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തെ തിരുവനന്തപുരം പൗരാണിക്ക് വേണ്ടിയിട്ട് അഭിമാനപൂർവ്വം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയും രണ്ടുപേരെ കൂടെ പരിചയപ്പെടുത്തുവാനുണ്ട്. നരേന്ദ്രമോദിജിയുടെ പ്രസംഗം സംഘത്തിന്റെ സഹപ്രാന്ത പ്രചാരകാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജില്ലാ അധ്യക്ഷനാണ് ശ്രീ ഗോപിക്കുട്ടൻ. വേദിയിലിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരെയും എല്ലാ ആദരണീയരെയും ഒരിക്കൽ കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ുള്ളവരെ ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ ഈ പരിപാടിയിലെത്തിയ സ്വാമി ശിവാമൃത ചൈതന്യ, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും പിൻവാങ്ങുന്നു. ഭാരത് മാതാ കി ജയ്. നായർ അവരുടെ മുഖ്യമന്ത്രി ശ്രീ नरेंद्र मोदी, माननीय परमेश्वर जी, हिंदू ऐक्य वेदिയുടെ जनरल सेक्रेटरी കുമ്മനം രാജശേഖരൻ, ഗോപി, പ്രൊഫസർ ഗോപി, ശ്രീ നാർ, ഈ റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ രാജശേഖരൻ, സുദർശൻ, മറ്റു സന്യാസി ശേഷക്, മാധവ്, സദാശിവ് ഗോൾവൽക്കർജി, വളരെ പ്രൗഢഗംഭീരങ്ങളായ പ്രഭാഷണങ്ങൾ, ദിവസങ്ങൾ നീണ്ടുനിന്ന സെമിനാർ, 2 ദിവസം നീണ്ടുനിന്ന കനകക്കുന്നിൽ ഒരു സെമിനാർ, അത് ഇന്നത്തെ സർസംഘചാലകായ മാനനീയ ശ്രീ സുദർശൻ ജി ഉദ്ഘാടനം ചെയ്തു. വേറെ എത്രയോ പണ്ഡിതന്മാർ അതിൽ പങ്കെടുത്തു. 12 വാല്യങ്ങളിലായി സാഹിത്യ സർവസ്വം, ശ്രീ ഗുരുജി സാഹിത്യ സർവസ്വം എന്ന 12 വാല്യങ്ങളിലായി പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി മലയാളത്തിൽ. ഇത് ഒരു വലിയ ടൗണിൽ അങ്ങോളം ഇങ്ങോളം ബോംബുകൾ വച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഏകദേശം 70 പേർ ഒരേ ദിവസം കൊല്ലപ്പെട്ടു. ആ ഭീകര സംഭവത്തിൻ്റെ തലച്ചോറായി പ്രവർത്തിച്ച മദനിയെ ജയിലിലടച്ചപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് വളരെ സഹതാപം. മദനിക്ക് എതിരായിട്ട് അതിനു മുമ്പ് തന്നെ 15ഓളം കേസുകൾ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വർഗീയ വൈരാഗ്യം, വർഗീയ വിദ്വേഷം, വർഗീയ ലഹള പുറപ്പെടാൻ പ്രൊവോക്കേറ്റീവായിട്ടുള്ള പ്രസംഗങ്ങളായതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ 15ഓളം കേസുകൾ പെൻഡിങ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. അതിനുശേഷമാണ് ഈ സ്ഫോടന കേസ്. അങ്ങനെ ഒരു ഭീകരനെ ബെയിൽ കൊടുക്കണം, പരോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി ആ ദിവസം കേരളത്തിന് മുഴുവൻ അപമാനമായിരുന്നു. നമ്മൾ ഓരോരുത്തരും മോദി നമ്മുടെ രാഷ്ട്രത്തിന്റെ നേതാവായി മുൻകൈയെടുത്ത് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അഭ്യർത്ഥിക്കുന്നു. സ്നേഹിതരെ, ഞാൻ നിർത്തുന്നു. എനിക്ക് വളരെ അഭിമാനകരമായ ഒരു ജോലിയാണ് ഇവിടുത്തെ RSS തന്നത്. അതിൽ ഞാൻ വലിയ തൃപ്തിയോടെ എല്ലാം ചെയ്തോന്ന് അറിയില്ല. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന മാന്ത്രിക വികസനത്തിന് വിസ്മയ ചിറകുകൾ നൽകി ഗുജറാത്തിന്റെ സാമൂഹ്യ രംഗങ്ങളിൽ നിന്ന് കാളിയ വിഷം കലർത്തിയ കപട രാഷ്ട്രീയക്കാരന്റെ കൈകളിൽ നിന്നും ഗുജറാത്ത് ജനതയെ മോചിപ്പിച്ച അഭിനവ പാർത്ഥസാരഥി ആരാധ്യനായ ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഭദ്രദീപം കൊളുത്തി ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. വി വെൽക്കം യു സർ ശ്രീ നരേന്ദ്രമോദിജി, Chief Minister of Gujarat, an roaring line of Hindutva to render your inspiring oration. നരേന്ദ്രമോദിജിയുടെ സിംഹഗർജനത്തിന് മലയാളത്തിലേക്ക് മൊഴിമാറ്റി എല്ലാ സഹോദരി സഹോദര नमस्कार. Kerala is a blessed state with plenty of rain, and I see a lot of greenery around. കേരളം അനുഗ്രഹീതമായ ഒരു നാടാണ്. സുലഭമായ വിധത്തിൽ മഴ ലഭിക്കുന്ന ഈ നാട്ടില് ഹരിതാഭ എങ്ങും എനിക്ക് ദൃശ്യമാണ്. It is also God's own country has given birth to renowned saints Adi Shankaracharya, Chatambi Swamigal, and Sri Narayan Guru, whose teachings have inspired and guided generations and were a source of strength not only to the Hindu society but world at large. When I address you standing in front of this ancient and reputed temple of Lord Sri Padmanabha, I consider myself a blessed for having got this opportunity. जिनका ये पुरुष का शताब्दी और उस आध्यात्मिक पुरुष पर मुझे इस भूमि, पवित्र भूमि सौभाग्य मिला. मैं अपने आप धन्य अनुभव करता हूं. जो परम पूज्य जीवन होंगे और लेकिन वे स्वयं अपने आप को प्रचार से, प्रसिद्धि से सालों तक विमुख रखा और उसके कारण हिंदुस्तान को उनके व्यक्तित्व का तो परिचय नहीं हुआ, लेकिन आज उनके परिश्रम के कारण आज से तो हिमाचल, कश्मीर से कन्याकुमारी एक विराट संगठन का वटवृक्ष खड़ा हुआ है, जिस वटवृक्ष के पीछे 32 इयर्स की उनकी लंबी तपस्या थी, जिसके कारण आज एक समर्पित नौजवानों का राष्ट्र कार्य के लगा हुआ एक पूरा वटवृक्ष हमारे सामने है. पूज्य गुरु जी की प्रेरणा के कारण राष्ट्र जीवन में लगे हुए अनेक स्वयंसेवकों ने हिंदुस्तान के कोने कोने में जाकर के
भारत के भाग्य बदलने के लिए जो भी उन्हें संस्कार मिले हैं, जो उन्हें कार्य करने की प्रेरणा मिली है, छोटे मोटे लाखों प्रकल्पों के द्वारा, चाहे वो कन्याकुमारी में स्वामी विवेकानंद का केंद्र हो या चाहे नॉर्थ ईस्ट के अंदर छोटे छोटे गांव में जाकर के छोटी मोटी अस्पताल के द्वारा लोगों के आरोग्य का प्रबंधन करते हो, या कोई प्राकृतिक आपदा आती हो तब दौड़ पड़ने वाले लाखों स्वयंसेवक हो, आज भी हिंदुस्तान के दुख और दर्द के समय हिंदुस्तान की पीड़ा के निवारण के लिए लगे हुए लाखों स्वयंसेवक आज भी देश की सेवा में कार्यरत हैं। പരംപൂജനീയ ഗുരുജിയുടെ ദിവ്യമായ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാഷ്ട്ര ജീവിതത്തിന്റെ സമ്പന്നതയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആയിരക്കണക്കിന് യുവാക്കന്മാർ നമ്മുടെ ഈ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സംഘത്തിലൂടെ, ഗുരുജിയിലൂടെ ആർജിച്ചതായ സംസ്കാരത്തെ, വിദ്യാഭ്യാസത്തെ അവർ ഭാരതത്തിന്റെ ജനജീവിതത്തെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. അത് നിരവധിയായ പ്രകല്പങ്ങളിലൂടെ, പ്രോജക്റ്റുകളിലൂടെ ഭാരതമാസകലം ഇന്ന് ദൃശ്യമാണ്. കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദ കേന്ദ്രമാകട്ടെ, വടക്ക് കിഴക്കൻ ഭാരതത്തിലെ താഴേക്കിടയിലുള്ള അധസ്ഥിതരായ സഹോദരങ്ങളുടെ അഭ്യുത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാകട്ടെ, അവരുടെ ആരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള ആശുപത്രികളാകട്ടെ, ഇനി ഭാരതത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന പ്രാകൃതിക ദുരന്തങ്ങൾക്കെതിരെ പൊരുതുന്ന കാര്യത്തിലാകട്ടെ, എല്ലാ ഇടങ്ങളിലും ഇന്ന് ഈ ഹിന്ദുസ്ഥാനത്തിൽ സ്വയം സേവകർ, യുവാക്കന്മാർ നിരവധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനത്തിലൂടെ ഈ സംഘടനയുടെ വളർച്ച സംഭവിക്കുന്നു. स्वामी विवेकानंद जी ने भारत के उत्थान के लिए इस देश के साधु महात्माओं को, इस देश के आध्यात्मिक जगत को और इस देश के सामान्य मानवी को यह संदेश दिया था कि आप कुछ समय के लिए अपनी पूजा अर्चना का केंद्र बदल दीजिए, आप अपने भगवान को भूल जाइए, आप जो ईश्वर की पूजा अर्चना करते हैं उसके भूल जाइए और कुछ सालों के लिए सिर्फ भारत माता ही आपका परमात्मा हो, आपकी अधिष्ठाता हो, और भारत का दरिद्र नारायण यही आपका परमात्मा हो। उस दरिद्र नारायण की सेवा के लिए अपने आप को खपा दीजिए। यह स्वामी विवेकानंद जी के संदेश दिया था। जब परम पूज्य गुरु जी के जीवन को देखते हैं तब यह विश्वास होता है कि स्वामी विवेकानंद जी के जीवन संदेश को अगर सच्चे अर्थ में किसी ने अपने जीवन में उतारा था तो वो परम पूज्य माधवराव सदाशिवराव गोलवलकर परम पूज्य गुरु जी थे, जिन्होंने अपनी पूरा जीवन भारत मां की सेवा में, भारत के दरिद्र नारायणों की सेवा में विवेकानंद जी की आज्ञा को जीवन भर तपस्या के रूप में चरितार्थ करने का प्रयास किया था। मैं जब यहां आने का निर्णय किया, मैं यहां आपके सामने मुख्यमंत्री के रूप में नहीं आया। मैं बड़े गर्व के साथ कहता हूं, मैं राष्ट्रीय स्वयंसेवक संघ के एक स्वयंसेवक के रूप में आपके सामने प्रस्तुत हुआ और मैं उन भाग्यवान स्वयंसेवकों में हूं, देश के उन करोड़ों भाग्यवान स्वयंसेवकों में हूं जिनको परम पूज्य गुरु जी के दर्शन करने का अवसर मिला था, परम पूज्य गुरु जी के सानिध्य का अवसर मिला था, परम पूज्य गुरु जी की बैठकों में बैठने का अवसर मिला था। मैं अपने आप को एक भाग्यशाली स्वयंसेवक मानता हूं। ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി വരുവാൻ തീരുമാനമെടുത്തപ്പോൾ അതൊരിക്കലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാനല്ല ഞാൻ വന്നത്. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ ഇവിടേക്ക് വരുവാൻ തീരുമാനിച്ചത്, ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ തീരുമാനിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഭിമാനിയായ ഒരു സ്വയം സേവകൻ എന്ന നിലയിലാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തത്. ഞാൻ ഈ നാട്ടിലെ കോടാനുകോടി വരുന്ന സേവകരുടെ പ്രതിനിധി എന്ന നിലയിൽ പരമപൂജനീയ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ഉദ്ബോധനങ്ങളും നേരിട്ട് ഭാഗ്യം സിദ്ധിച്ച അസംഖ്യം സ്വയംവാന്മാരായ സ്വയം സേവകന്മാരിൽ ഒരാളാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആ നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. राष्ट्रीय स्वयंसेवक संघ के जब मैं अपने जीवन की ओर तो हम सब स्वयं एक सेंस ऑफ, एक विजन में हिंदुत्व के प्रति मिलती है, लोगों को सेवा करने की प्रेरणा मिलती है, और एक विजन में हिंदुत्व के प्रति
राष्ट्रीय छोटे छोटे कार्यक्रमों के परम पूज्य गुरुजी ने जिसको अपने समय के प्रत्येक क्षण से शरीर के प्रत्येक जिस व्यवस्था को सिंचित किया, व्यवस्था के तहत हमें और हमारा नित्य संकल्प है राष्ट्रीय स्वयंसेवक संघ के स्वयं, और हमारा संकल्प ये कि परम वैभवन ने तुम्हें ये भारत माता संपन्न पहुंच बने, हमारे दिलों में राष्ट्र संघ ने संजोया है। और इसलिए सेवक के नाते इस देश की जुड़ करके इस देश की स्वीकार कर एक विजन हिंदुत्व के प्रति मिलती है। राष्ट्रीय छोटे छोटे कार्यक्रमों के परम पूज्य गुरुजी ने जिसको अपने समय के प्रत्येक क्षण से शरीर के प्रत्येक जिस व्यवस्था को सिंचित किया, व्यवस्था के तहत हमें प्रेरणा और हमारा नित्य संकल्प रहता राष्ट्रीय स्वयंसेवक संघ के स्वयं, और हमारा संकल्प ये कि परम वैभवन ने तुम्हें राष्ट्रम ये भारत माता संपन्न पहुंच बने, यही हमारे दिलों में राष्ट्र संघ ने संजोया है। और इसलिए स्वयंसेवक के नाते इस देश की के साथ जुड़ करके इस देश के साथ जुड़ करके इस देश की महान को स्वीकार करते हुए इस देश की महान संस्कृति का गौरव करते हुए हमारे भारत माता के कल्याण के लिए जो महान कार्य किए हैं, वेद से लेकर के जितनी महान चीजें हैं उनको आत्मसात करते हुए अपने मिले हैं, उन संस्कारों के माध्यम माता को परम वैभव संपन्न हम स्वयंसेवक जहां शक्ति हो, जितना अवसर हो, जीवन भर कार्य करने की है। और एक स्वयंसेवक के नाते कोशिश जहां बैठा हूं दायित्व को निभाने की कोशिश कर रहा हूं। भाइयों बहनों, आज पूरा विश्व समस्याओं से गुजर रहा है। जिन आफतों के बीच ही रास्ता सही है, तो तुम्हें मौत के घाट उतारेगा, तुम्हें जीवित रहने का अधिकार नहीं है। आतंक की मानसिकता प्रभुत्व हो जाती है। മാത്രമാണ് ശരി, ആ മാർഗ്ഗം പോകുന്നില്ല നീയെങ്കിൽ നീ ിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അംഗീകരിക്കുക തന്നെ ചെയ്യും, നിനക്ക് അങ്ങേ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിത രീതിയിലേക്ക് പോകുന്ന വളരുവാനുള്ള കാരണം എന്ന് നമുക്ക് मित्रों, ये जो आतंकी मानसिकता है, सामने हिंदुत्व का चिंतन देखिए, का चिंतन देखिए, और साथ बचने के लिए अगर खाने है तो हमारे चिंतन में है एकम सत्य प्रहा बहुधा वदंती, सत्य एक है, उसको भिन्न भिन्न मार्गों से बताया जाता है। अगर आपको ये रास्ता, उस रास्ते पर ईमानदारी से चलिए, प्राप्त होगा। आपको वो रास्ता दूर है, ईमानदारी से उस पर चलिए, आपको आपका रास्ता आपके लक्ष्य की ओर लाया जाएगा। आपको अपना रास्ता छोड़ने की जरूरत है ना, आपको आवश्यकता है, लेकिन आप जिस बड़ी श्रद्धा के साथ विश्वास कीजिए, आपको अपना परमात्मा मिल जाएगा। ये ऊंचा, ये सर्व समावेशक चिंतन हिंदुस्तान की धरती पर है, और जहां पर सांस लेकर के चलने वाला चिंतन हो, वहां आतंकवाद मानसिकता जन्म नहीं ले सकती है। वहां आतंकवाद को नष्ट करने के लिए करने का बहुत बड़ा सामर्थ्य हिंदू चिंतन में होता है। സുഹൃത്തുക്കളെ, ഈ ഭീകരതയുടെ മാനസികതയാണ് ഈ വിശദീകരിച്ചത്. എന്റെ മാർഗം മാത്രം, നിന്റെ മാർഗം തെറ്റ് എന്നുള്ള ചിന്താഗതി. എന്നാൽ നോക്കൂ,
നമ്മുടെ ഹിന്ദുത്വ ചിന്ത എന്താണ് നമ്മളോട് പറയുന്നത്? ഈ ഭീകരതയെ ഇല്ലാതെയാക്കുന്നതായ ഉന്നതമായ ആ ഹൈന്ദവ ചിന്തയുടെ മഹത്വം എന്താണ്? ഹൈന്ദവരെന്താണ് ഹിന്ദുത്വ ചിന്തയിൽ എന്താണ് പറയുന്നത്? ഏകം സത് വിപ്രാ ബഹുതാവതി, ഒന്നാണ് പരമസത്യം. പക്ഷേ ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ബുദ്ധിമാന്മാരായ ജനങ്ങൾ നിരവധി മാർഗങ്ങൾ ഉപദേശിക്കുന്നു. ആ നിരവധി മാർഗങ്ങൾ ഓരോന്നും ശരി തന്നെയാണ് എന്ന വിശ്വാസമാണ്, എന്ന ദർശനമാണ് ഹിന്ദുവിൻ്റെ ഉള്ളത്. നീ സ്വീകരിച്ചിരിക്കുന്ന മാർഗവും ശരിയാണ്. ആ മാർഗത്തിലൂടെ ആത്മാർത്ഥതയോടെ, തികഞ്ഞ വിശ്വാസത്തോടെ, നല്ല ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ആ മാർഗത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. വേറൊരാൾ വേറൊരു മാർഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും ശരിയാണ് എന്നുള്ള വിശ്വാസ പ്രമാണമാണ് ഹിന്ദുവിൻ്റെത്. നിങ്ങളുടെ മാർഗം, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ മാർഗമാണ് എന്നതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ ആത്മാർത്ഥതയോടെ, ശ്രദ്ധയോടെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകൂ എന്ന ഉദാത്തമായ ഉന്നതമായ ചിന്ത, സർവരെയും ഒരുമിപ്പിക്കുന്ന ചിന്ത, ആ ചിന്തയിലൂടെ മാത്രമേ ഭീകരത ഇല്ലാതെയാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. സംസ്കാരം, വിശിഷ്ടമായ ഈ സംസ്കാരം കൊച്ചുകുട്ടികൾക്ക് ചെറുപ്രായത്തിലെ തന്നെ നൽകുന്നതായ സംസ്കാരം, പറഞ്ഞോളൂ, അത് ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞാലും ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാലും ഇനി അതല്ല മാനവിക സംസ്കാരം എന്ന് പറഞ്ഞാലും, ആ സംസ്കാരം നമ്മുടെ കുട്ടികൾ ഉൾക്കൊണ്ടിരുന്ന ദർശനം എന്തായിരുന്നു? പ്രകൃതിയെ നാം ചൂഷണം ചെയ്യാൻ പാടില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം പ്രകൃതിയെ ചെയ്യുകയാണ് വേണ്ടത്, കറന്നെടുക്കുകയാണ് വേണ്ടത്. ചൂഷണം ചെയ്യുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ളത് കറന്നെടുക്കുന്ന സമ്പ്രദായമാണ് വേണ്ടത് എന്ന സംസ്കാരം ചെറുപ്രായത്തിൽ മുതലേ നാം അവരെ അഭ്യസിപ്പിക്കുന്നു. एनवायरमेंट के संबंध में हमारे पूर्वज कितने जागरूक थे, हमारी संस्कृति कितनी समृद्ध थी कि बालक को कर दिया जाता था कि जब सुबह प्रातः में उठते हो, धरती पर पग रखने से पहले, धरती माता पर पग रखने पहले, भूमि पर पग रखने से पहले भूमि माता की क्षमा मांगो। हमारे यहाँ नदी को माता कहा जाता था, लेकिन जब हमारे यहाँ हमारा चिंतन बदला और नदी को माता के बजाय ये कहने लग गए नदी पानी है, ये सिर्फ H2O है, और नदी की श्रद्धा गई, तब से गंगा मैली होने लग गई। और इसलिए हमारी श्रद्धा की विशेषता देखिए मित्रों, हम ही एक दुनिया में लोग हैं जो बालक को पूरे ब्रह्मांड के साथ जोड़ देते हैं। बालक को अपने बाल्यकाल में ही माँ बाप सिखाते हैं, ये चंद्र जो है, चांदा है, ये तेरा मामा है, और ये जो सूरज है वो तेरा दादा है। पूरे ब्रह्मांड को एक फैमिली मेंबर के रूप में प्रशिक्षित करने वाली सांस्कृतिक विरासत सिर्फ इसी धरती पर है। माता परम वैभव संपन्न बने, इसके लिए हम जहां हैं वहीं कार्य करें। और जब मुझे मुख्यमंत्री का दायित्व बन गया मेरे जिम्मे, तो मेरा भी एक स्वयंसेवक के नाते कर्तव्य बनता है कि हमारी भारत माता परम वैभव संपन्न बने, उसलिए मेरे राज्य के अंदर मुझे कुछ करना चाहिए, और मैंने उसकी दिशा में प्रयास प्रारंभ किया। സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു. സ്വയം എന്ന നിലയിൽ നമുക്കുള്ള കർത്തവ്യം എന്ന ഒരു വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന വിശിഷ്ടമായ നിർദ്ദേശം, മാർഗദർശനം, കാഴ്ചപ്പാടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. ഓരോ സ്വയം സേവകനും അവരവരെത്തിപ്പെടുന്ന മേഖലയിൽ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കണം എന്നും സൂചിപ്പിച്ചു. ഞാൻ ഇന്ന് ഏതൊരു പദവിയിലാണോ എത്തിയിട്ടുള്ളത്, ആ മുഖ്യമന്ത്രി എന്ന പദവിയിൽ നിന്നുകൊണ്ട് വൈഭവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ എന്റെ സംസ്ഥാനത്തിന്റെ പരമമായ ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. मित्रों, कोई माने या न माने, कोई स्वीकारे या न स्वीकारे, सुरो सेकुलरस मित्रों को मेरी बात गले उतरे या न उतरे, लेकिन ये सच्चाई है कि इस देश का 80% समाज हिंदू समाज है। और अगर ये हिंदू समाज, उसके अंदर कोई बिखराव हो गया, ये हिंदू समाज अंदर से टूट गया, अगर देश के अंदर हिंदू समाज टूट गया, तो इस देश को एक रखने की कोई ताकत नहीं है जो इस देश को बचा सके। और हिंदू की एकता इस देश की एकता के लिए आवश्यक भी है। ആര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ആര് സ്വീകരിച്ചാലും ആര് സ്വീകരിച്ചില്ലെങ്കിലും, ഈ നാട്ടിലെ കപട മതേതരവാദികൾ വിമർശിച്ചാലും വിമർശിച്ചില്ലെങ്കിലും ഒരു കാര്യം പരമമായ സത്യമാണ്. ആ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഈ ഭാരതത്തിൽ 80% ഹിന്ദുക്കളാണ് ജീവിക്കുന്നത്. ഈ ഹിന്ദു ജനതയുടെ ഉള്ളിൽ വിഘടന വാസന വളർന്നാൽ, അവർ ഛിന്ന ഭിന്നരായി കഴിഞ്ഞാൽ, അവർ
ചിന്നിച്ചിതറിപ്പോയാൽ ഈ രാഷ്ട്രത്തെ രക്ഷിക്കുവാൻ വേറെ ആർക്കും സാധ്യമല്ല. ഹിന്ദു സമാജത്തിന്റെ സംഘടിത സ്വഭാവത്തിലൂടെ മാത്രമേ, ഹൈന്ദവ ഐക്യത്തിലൂടെ മാത്രമേ ഈ ഭാരതത്തെ രക്ഷിക്കുവാൻ, ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവൂ എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. गुरु जी का एक सबसे बड़ा कंट्रीब्यूशन था मित्रों, हिंदुस्तान के अंदर सामाजिक भेदभाव मिटाने के लिए, अस्पृश्यता के कलंक मिटाने के लिए महात्मा गांधी, महात्मा फूले, बाबा साहब आंबेडकर, अनेक महापुरुषों ने काम किया था. लेकिन हमारे हिंदू समाज के अंदर अस्पृश्यता के पीछे हमारी धार्मिक मानसिकता थी. जब तक हमारे संतों, महंतों, आचार्यों के माध्यम से अस्पृश्यता के खिलाफ आवाज नहीं उठती है, तब तक अस्पृश्यता हमारे धार्मिक मन से नहीं जाएगी. और इसलिए परम पूज्य गुरु जी ने कुंभ के मेले में देश के सभी संतों को एकत्र किया और देश के संतों ने आह्वान किया था, न हिंदू पतितो भवेत्, हिंदू सर्वे सहोदराः, सभी हिंदू एक मां के बेटे हैं. इस प्रकार का भाव जन्माने का एक भगीरथ कार्य परम पूज्य गुरु जी ने किया था. मित्रों, मेरी सरकार ने एक योजना बनाई और उस योजना के तहत हमने घोषणा की, अगर कोई इंटरकास्ट मैरिज करते हैं और उसमें भी कोई दलित, यानी दो में से एक अगर दलित हो, दो में से एक अगर आदिवासी हो, कोई लड़का दलित हो और लड़की हो, लड़की दलित हो और लड़का सवर्ण हो, लड़की आदिवासी हो, लड़का सवर्ण का हो, लड़का आदिवासी हो, लड़की सवर्ण हो, अगर इस प्रकार की शादी होती है तो मेरी सरकार ऐसे कपल का सार्वजनिक सम्मान करती है और उसको 50,000 रुपया देती है. സുഹൃത്തുക്കളെ, ഗുജറാത്തിൽ हमारे देश में गलीपति से लेकर के राष्ट्रपति तक सबके सब कहते हैं कि भारत के किसानों की समस्या का समाधान करने के लिए नदियों का एकीकरण करना चाहिए, रिवर ग्रिड करनी चाहिए, सब नदियों को जोड़ देना चाहिए. लेकिन हिंदुस्तान के अंदर गुजरात अकेला राज्य ऐसा है जिसने अब तक 21 रिवर्स का ग्रिड किया है, 21 रिवर को जोड़ा है और किसानों को है. मित्रों, इस देवभूमि को मैं प्रणाम करता हूं, मैं जनता जनार्दन को प्रणाम करता हूं और मैं केरल के नागरिक भाइयों बहनों को प्रणाम करता हूं और मैं उनसे अनुरोध करता हूं, आप मुझे आशीर्वाद दें. केरल के सभी नागरिक मुझे आशीर्वाद दें कि मैं गुजरात को प्रगति की उस ऊंचाई पर ले जाऊं ताकि मेरे गुजरात की समृद्धि, मेरे केरल के भाइयों की प्रगति के लिए भी मेरा गुजरात. സുഹൃത്തുക്കളെ, നിങ്ങളോടൊപ്പം എത്തുവാൻ, നിങ്ങളുടെ കഴിഞ്ഞതിലൂടെ നിങ്ങളിൽ നിന്നൊരു പുതിയ ശക്തി എന്നിൽ സന്നിവേശിച്ചിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ സമാരാധ്യനായ ജെ ശിശുപാൽജിയെ